ഡൽഹി സ്ഫോടനത്തിൻ്റെ അമ്പരപ്പിലാണ് രാജ്യം. വലിയ ആക്രമണ പദ്ധതിയാണ് തകർത്തതെന്നാണ് പുറത്തുവരുന്ന വിവരം. ഒരു പോസ്റ്ററിൽ നിന്നാണ് നിലവിലെ സംഭവവികാസങ്ങളുടെ തുടക്കം. ജമ്മു കാശ്മീരിലെ ശ്രീനഗറിൽ നൗഗ്രാം മേഖലയിൽ ഒക്ടോബർ 19-നാണ് റോഡരികിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഭീകരസംഘടനയായ ജെയ്ഷെ മുഹമ്മദിനെ പിന്തുണച്ചുകൊണ്ടുള്ളതായിരുന്നു പോസ്റ്ററുകൾ. ഉറുദുവിൽ എഴുതിയ പോസ്റ്റർ ഒട്ടിച്ചവരെ കണ്ടെത്താനുള്ള അന്വേഷണമാണ് ഭീകര ശൃംഖലയിലേക്ക് എത്തിയത്. പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ആദ്യം അറസ്റ്റ് ചെയ്തത് ഷോപ്പിയാനിൽ നിന്ന് ഇർഫാൻ അഹമ്മദ് എന്നയാളെയും ശ്രീനഗറിലെ ഒരു പാരാമെഡിക്കൽ ജീവനക്കാരനെയുമാണ്. ഡോക്ടർമാരെ ഭീകരപ്രവർത്തനങ്ങളിലേക്ക് അടുപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നത് ഇർഫാൻ അഹമ്മദാണെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരം പോലീസ് കണ്ടെത്തി. ഇർഫാനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് വൈറ്റ് കോളർ ടെറർ മോഡലിനെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. നവംബർ 5-ന് യു.പിയിലെ സഹരൻപൂരിൽ നിന്ന് ഡോക്ടർ അദീൽ അഹമ്മദ് റാത്തറിനെ ജമ്മു കാശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്തു. റാത്തറിനെ ശ്രീനഗറിൽ എത്തിച്ച് ചോദ്യം ചെയ്തു. ഫരീദാബാദിലെ ഡോക്ടർ മുസമ്മിൽ ഷക്കീലിൻ്റെയും ഡോക്ടർ ഷഹീൻ സയ്യിദിൻ്റെയും വിവരം ലഭിക്കുന്നത് ഡോക്ടർ അദീൽ അഹമ്മദ് റാത്തറിൽ നിന്നാണ്. നവംബർ 8-ന് ജമ്മു കാശ്മീർ പോലീസ് ഫരീദാബാദിലെത്തി. ഹരിയാന പോലീസിൻ്റെ സഹായത്തോടെ അൽ ഫലാഹ് സർവകലാശാലയിൽ ജോലി ചെയ്തിരുന്ന ഡോക്ടർ മുസമ്മിൽ ഷക്കീലിനെ അറസ്റ്റ് ചെയ്തു. ഇയാളെ ശ്രീനഗറിലേക്ക് കൊണ്ടുവന്നു. അദീലിൻ്റെ അനന്ത്നാഗിലെ താമസ സ്ഥലത്തെ ലോക്കറിൽ നിന്ന് AK-47 തോക്ക് ലഭിച്ചു. തൊട്ടടുത്ത ദിവസം നവംബർ 9-ന് ഫരീദാബാദിൽ ഡോക്ടർ മുസമ്മിൽ ഷക്കീലിൻ്റെ താമസ സ്ഥലത്ത് പരിശോധന നടത്തി. ഇവിടെ നിന്നാണ് 2900 കിലോ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തത്. കൂട്ടത്തിൽ AK-47 തോക്കും ടൈമറുകളും വാക്കി ടോക്കിയും ഉണ്ടായിരുന്നു. ഷഹീൻ സയ്യിദിൻ്റെ കാർ ഡോക്ടർ ഷക്കീൽ ഉപയോഗിക്കാൻ വാങ്ങിയതാവുമെന്നാണ് ആദ്യം അന്വേഷണ സംഘം കരുതിയത്. എന്നാൽ ഷഹീൻ സയ്യിദും സംഘത്തിൻ്റെ ഭാഗമാണെന്നും വനിതാ വിഭാഗത്തിന് നേതൃത്വം നൽകുകയാണെന്നും മുസമ്മിൽ ഷക്കീലിനെ ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലാക്കി. ഡൽഹി സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചയാളെന്ന് കരുതുന്ന ഡോക്ടർ ഉമറിനെക്കുറിച്ച് പോലീസിന് ആദ്യം വിവരം ലഭിക്കുന്നത് ഡോക്ടർ മുഹമ്മദ് ഷക്കീലിൽ നിന്നാണ്. അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് നവംബർ 10-ന് ഡൽഹിയിൽ സ്ഫോടനമുണ്ടായത്. തിരക്കേറിയ ചെങ്കോട്ട മേഖലയിൽ സ്ഫോടക വസ്തുക്കളുമായി എത്തിയ I-20 കാർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. കാറിലുണ്ടായിരുന്നത് ഡോക്ടർ ഉമർ ആണെന്നാണ് കരുതുന്നത്. സ്ഫോടനത്തിന് പിന്നാലെ കശ്മീരിലെ പുൽവാമയിൽ കൂടുതൽ അറസ്റ്റുണ്ടായി. ഡോക്ടർ ഉമറിന് കാർ നൽകിയെന്ന് കരുതുന്ന താരിഖ്, സിം കാർഡ് നൽകിയ ആമിറിൻ്റെ സഹോദരൻ ഉമർ റഷീദ്, ഉമർ നബിയുടെ പിതാവ് ഗുലാം നബി, ഉമറിൻ്റെ സുഹൃത്തായ ഡോക്ടർ സജാദ് മല്ല, DNA പരിശോധനയ്ക്കായി ഉമറിൻ്റെ മാതാവ് ഷമീമ ബീഗം എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വിദ്യാസമ്പന്നരും നഗരവാസികളുമായ ഒരിക്കലും സംശയിക്കാൻ യാതൊരു സാധ്യതയുമില്ലാത്ത ചെറുപ്പക്കാരെ ടെറർ ഗ്രൂപ്പുകൾ പങ്കാളിയാക്കുന്നതിൻ്റെ നേർചിത്രമാണ് പോലീസ് പങ്കുവയ്ക്കുന്നത്. ഡോക്ടർമാർ, അധ്യാപകർ, എഞ്ചിനീയർമാർ എന്നിവരെയൊക്കെ ടെറർ ഗ്രൂപ്പുകൾ അവരുടെ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നുവെന്നും പോലീസ് പറയുന്നു.